കൃഷിക്കാർ ഒരുപാട് കഷ്ടത അനുഭവിക്കുന്നുണ്ട്. ഇപ്പം ഇനിയിപ്പോൾ വെള്ളത്തിൻ്റെ ഒരു പ്രശ്നം വരും. വെള്ളത്തിൻ്റെ പ്രശ്നം വരുമ്പോൾ കനാൽ തുറന്നിടുമ്പോൾ ഈ പലക എടുത്ത് എഴുതിയിടണം. ഈ പലക എടുത്ത് ഇവിടെ ഇട്ട് അടയ്ക്കണം. അപ്പോൾ വെള്ളം തടഞ്ഞു നിർത്തിയിട്ട് അവിടെ പൈപ്പ് വെച്ചിട്ടുണ്ട്. ആ പൈപ്പിൽ കൂടെ വെള്ളം അപ്പുറം പോകും. തിരിച്ച് വെള്ളം അങ്ങ് അപ്പുറത്ത് വരും. അങ്ങനെയൊക്കെ ഒരുപാട് കഷ്ടപ്പാടുണ്ട്. വ്യത്യസ്തനാമൊരു ശില്പിയാം കർഷകൻ സത്യത്തിലാരും തിരിച്ചറിഞ്ഞില്ല. നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് അങ്ങനെ വ്യത്യസ്തനായ ഒരു ശില്പിയാം കർഷകനെ തിരക്കി വന്നതാണ്. അദ്ദേഹത്തെ കാണാം, അദ്ദേഹത്തിന്റെ വിശേഷങ്ങൾ അറിയാം. അപ്പൊ നിങ്ങൾ തീർച്ചയായിട്ടും ഈ വീഡിയോയുടെ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക. എന്താണ് ഇന്നത്തെ നമ്മളെ കാണിക്കാൻ പോകുന്നത്? ഇന്ന് കാലാവത്തിന്റെ നെൽകൃഷി. ഏതാ ഈ കാണുന്നത്? ഇതെന്താ ഇങ്ങനെ കളറ്? അത് ഇതില്ല, വയലിൽ ആർട്ട് ചെയ്യുന്നതല്ല. ആർട്ട് ചെയ്യുന്നതല്ല അല്ലേ? ഇതിപ്പോ എത്ര ദിവസമായി കാണും? ഇതിപ്പോ ഒരു മാസമായതേ ഉള്ളൂ. അതിന്റെ കളർ ഇതാണെങ്കിൽ അതിന്റെ നെല്ലൊക്കെ എങ്ങനെ ആയിരിക്കും? നെല്ല് ഇച്ചിരി മഞ്ഞയും കറുപ്പായിട്ട് വരുന്ന കളറായിരിക്കും. ആണല്ലേ? ഇതിന്റെ ഗുണം എന്തോ? ഇത് ഔഷധമാണെന്നാ പറയുന്നത്. ഞാൻ ആദ്യമായിട്ട് ചെയ്യുക. ഇത് എത്രാമത്തെ ആയിരിക്കും ഈ ഒരു നെല്ല്? നമുക്ക് മൊത്തത്തിൽ എത്ര ഇനം ഉണ്ട്? 10 ഇനം നെല്ലുകളുണ്ട് ഇവിടെ ചെയ്യുന്നുണ്ട്. നമുക്ക് മൊത്തത്തിൽ പൊതുവില് എത്ര ഇനം നെല്ലുകളൊക്കെ ഉണ്ട്? അത് 1,00,000 പുറത്തുണ്ട്. പിന്നെ ഇത് ഔഷധമാണെന്നാ പറയുന്നത്. പിന്നെ നമുക്കിത് വയലിൽ ആർട്ട് ചെയ്യാം. അതിനായിട്ട് ഞാൻ ചെയ്തേക്കുന്നത്. ഇത് വിത്തിനായിട്ട് ചെയ്തേക്ക് അടുത്ത കൂടുതലാവും. അന്നേരം ഈ ഒരു എത്ര ഏക്കറുണ്ട്? ഇതെല്ലാം നമ്മുടെ കണ്ടോന്നോ? ഇതൊന്നും നമ്മളല്ല, അതിന്റെ ഇടയ്ക്കൊക്കെ ഉണ്ട്. ഇതൊക്കെ ചെയ്യാത്തവര് കുറച്ച് ആൾക്കാരുണ്ട് ഇവിടെ. പാടി ആർട്ട് ചെയ്യാനാണോ ഈ ഒരു അതിനു വേണ്ടി കൊണ്ടുവന്നിരിക്കുന്നത്? ഇതിപ്പോ ഇതിനകത്ത് വിളവാകുമ്പോ എത്ര സമയം എടുക്കും? 130 ദിവസം എന്നാ പറഞ്ഞേക്കുന്നത്. 130 ദിവസം എടുക്കും അല്ലേ? നല്ല രസമുണ്ടല്ലോ കാണാൻ. അതെ. ഇതില് ഹൈറ്റ് ആവൂല്ലേ? കുറച്ചുകൂടെ വരും. ഇത് എവിടെ നിന്ന് കൊണ്ടുവന്നത്? വയനാട്ടിൽ നിന്ന്. വയനാട്ടിലൊക്കെ ഇത് ഇഷ്ടം പോലെ ഉണ്ട്. ഇതെല്ലാം കൂടെ അങ്ങോട്ട് വളർന്ന് നെൽക്കതിരും കൂടെ വരുമ്പോഴത്തേനും നല്ല രസമായിരിക്കും. ഭംഗിയായിരിക്കും. ഇത് മാർക്കറ്റ് വില എന്തോ ഉണ്ട്? വിലപ്പാകം അറിയാൻ നമ്മളൊരു സുഹൃത്ത് തന്നതാ. നെല്ലൊക്കെ എന്തോ വില വരും? വിലപ്പാകം അറിയാൻ വയ്യ. ഇത് കൊണ്ട് നട്ടിട്ട് ഇപ്പൊ എത്ര നാളായി? 1 മാസം കഴിഞ്ഞ്. 1 മാസം. ഇനി 1 മാസം എത്ര ദിവസം ഇതിന്റെ വിളവ്? 130 ദിവസമാണ്. 130 ദിവസം അങ്ങനെ പറഞ്ഞേക്കുന്നത്. നമുക്ക് ഇനി കാലാവസ്ഥ ഇത് വെച്ചുകൂടെ കൂടുതൽ നിലയിൽ ചിലപ്പോൾ കുറയാം. ഇപ്പൊ ഇതിന്റെ സീസണാണോ? ഈ ഇതൊക്കെ വിതയ്ക്കുന്നതിന്റെ സീസണാണോ? കഴിഞ്ഞ് ഇവിടെ താമസിച്ചു പോയി. ഇപ്പൊ അടുത്ത മാസം കൊയ്യേണ്ട സമയമാണ്. ഇവിടെ കൃഷി താമസിച്ചു പോയി. വേറെ ഏത് കൃഷിയുണ്ട്? ഞവരയുണ്ട്, ഉമയുണ്ട്, ജ്യോതിയുണ്ട്, ഡാബർശാലയുണ്ട്, ധനുണ്ട്, കൗമുദുണ്ട്, ചേറാടിയുണ്ട്, ബ്ലാക്ക് റൈസ് ഉണ്ട്. അങ്ങനെ 10 സൈസ് നെല്ല് ഞാൻ ചെയ്തിട്ടുണ്ട്. ബ്ലാക്ക് റൈസ് ഉണ്ടോ ഇവിടെ? ഉണ്ട്. ചെയ്തിട്ടുണ്ടോ? ചെയ്തിട്ടുണ്ട്. അത് അപ്പുറം. പിന്നെ ആ കാണുന്ന ഏതാ? അത് ഡാബർശാല. അതും കൂടെ കണ്ടാലോ? കാണാം. ഇതുവഴി കാണുന്നേ? ഇതിലേ പോവാം. ഓക്കെ. ചേട്ടൻ കൃഷിയിലേക്ക് തിരിഞ്ഞിട്ട് എത്ര വർഷമായി? ഏതാണ്ട് 10-15 കൊല്ലമായി. 15 കൊല്ലമായി. എന്തൊക്കെ കൃഷികളാ ഉള്ളത്? ഒരുമാതിരിപ്പെട്ട പച്ചക്കറി കൃഷികളൊക്കെ ഉണ്ട്. ഇത് മീൻകുളമാണോ? അവിടെ ഉണ്ട്. മീനുണ്ട്, കോഴിയുണ്ട്, നെല്ലുണ്ട്. ഈ നെല്ലിന്റെ പേരെന്താ വരുന്നത്? ഡാബർശാല. ഇതൊക്കെ നട്ടിട്ട് തോന്നെ നാളായല്ലോ? ഇത് ഏതാണ്ട് 1 മാസമാകും. ഇത് ഈ ഓട്സിന് പകരം ഉപയോഗിക്കുന്ന അരിയായത്. ഓരോ അരിക്കും ഓരോ ഔഷധ ഗുണമുണ്ട്. കിടപ്പ് രോഗികൾക്ക് കൊടുക്കാൻ വേണ്ടി ചെയ്യുന്നതാ. ഓരോ അരിക്കും ഓരോ ഔഷധ ഗുണമുണ്ട്. ഈ പാടിയാട്ട് ചെയ്യണമെന്ന് ഉദ്ദേശിക്കുന്ന എവിടെ? ഈ കണ്ടത്തിൽ തന്നെ ഉദ്ദേശിക്കുന്നത്. ഒരു വഴി പോലും ഇല്ല, ഒരു പാലം പോലും പണിഞ്ഞു വരുന്നില്ല. ഇങ്ങനെ ചാടി വേണം അപ്പുറം പോവാൻ. ഇങ്ങനെ പോകണം അടുത്ത കൃഷി സ്ഥലത്തോട്ട് പോകണമെങ്കിൽ. ഇത് ചേരാടി പക്ഷെ മൊത്തം കിളിച്ചില്ല. നമ്മള് പുതിയതായിട്ട് ഇത് ഉമ. ഇങ്ങോട്ടോ? അങ്ങോട്ടങ്ങ് ഇറങ്ങും. ഇത് ധനു. ഇത് ധനു. ഇത് അതിനപ്പുറത്തെ കൗമുദ്.
മാസങ്ങളുടെ പേരാണോ? പിന്നെ അത് ജ്യോതി, അപ്പുറം കിടന്ന ജ്യോതി, അത് ഞവര നട്ടേക്കെ. ഇപ്പൊ ഇന്നലെ നട്ട് തീർന്നേ ഉള്ളൂ. ഇന്നലെ നട്ട് തീർന്നേ ഉള്ളൂ. ഇതെല്ലാം നമ്മുടെ സ്വന്തമല്ല, വാടക. ഇനി അപ്പുറമുണ്ട്, അപ്പുറത്തോട്ട് പോകാം. ഇല്ല, ഈ മരത്തിനപ്പുറം. ഇതെല്ലാം കൂടെ ചേർത്ത് തന്നെ ഈ 10 ഐറ്റം. 10 ഐറ്റം. അങ്ങോട്ടാ കൂടുതൽ കിടക്കുന്നത്. ഇവിടെ ആരും അങ്ങനെ ചെയ്യത്തില്ല. ഇല്ല. ഇതാ ബ്ലാക്ക് റൈസ്. ഇത് ബ്ലാക്ക് റൈസ്. ബ്ലാക്ക് റൈസിന് എന്തുകൊണ്ടാണ് ഇങ്ങനെ പച്ച ഇല വന്നേ? അത് നെല്ല് മാത്രമേ കറുപ്പ് വരത്തുള്ളൂ. നെല്ല് മാത്രമേ വരത്തുള്ളൂ. നെല്ല് മാത്രം കറുപ്പായിരിക്കും. ഇവിടെ ഈ പന്നിശല്യൊക്കെ ഉണ്ടോ? ഉണ്ട്. വാഴയൊക്കെ കുത്തിമറിക്കും. നെല്ല് നശിപ്പിക്കത്തില്ല? ഇല്ല, നെല്ലിന് ഇതുവരെ കുഴപ്പം വന്നിട്ടില്ല. ഈ കണ്ടത്തിൽ ഇറങ്ങാൻ പാടായോണ്ടാണ് അയാൾ നെല്ല് നശിപ്പിക്കാതെ? ആയിരിക്കും. അതിന് നീന്താറുള്ളായിരിക്കും. ആയിരിക്കും. ചെളി ഇഷ്ടമല്ല. ചെളി താഴ്ന്ന പിന്നെ കാല് പോക്കാൻ പറ്റിയില്ലെങ്കിൽ. വേണ്ട, ഇതാ നമ്മളതാ. ഇതാണ് ഉമനെല്ല്. ഇത് എത്ര ഉണ്ട്? ഇത് ഫുള്ളുമേ. ഇത് ഫുള്ളുമേ. ഉമയ്ക്ക് എന്താ പ്രത്യേകത? ഉമ നമ്മൾ സാധാരണ ചോറിന് വേണ്ടി ഉപയോഗിക്കുന്നത്. സാധാ ചോറിന് വേണ്ടി. ചോറും കഞ്ഞിക്കും പലഹാരത്തിനും ഉപയോഗിക്കാം. ഇതെല്ലാം നമ്മൾ ഉപയോഗിച്ച് കൊടുക്കുവാണോ? ഇല്ല, നമ്മുടെ സ്വന്തം ഉപയോഗം. സ്വന്തം ഉപയോഗം തന്നെ. നമ്മൾ പുറത്തുനിന്ന് അരി വാങ്ങിക്കാറില്ല. കേരളത്തിൽ മൊത്തത്തിൽ എത്ര ഇനം നെല്ല് കാണും ഏകദേശം? കേരളത്തില് 10-500 ഐറ്റത്തിനകത്തുണ്ട്. പക്ഷെ മൊത്തത്തിലാണെങ്കിൽ 1.25 ലക്ഷത്തിന് പുറത്തുണ്ട്. അത്രയുണ്ട്. അതായത് ലോകം മൊത്തത്തില് 1,27,000 അങ്ങനെ ഉണ്ടെന്നാ പറയുന്നത്. ഞാൻ കണ്ടിട്ടില്ല. ഇങ്ങനെ പറയുന്ന ഈ വയനാട്ടിലൊരു കക്ഷി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഏറ്റവും കൂടുതൽ നമുക്ക് ഉപയോഗപ്പെടുന്ന ഏതാ നെല്ല്? അത് ചോറിന് ജ്യോതി, ഉമയൊക്കെ ചോറിന് ഉപയോഗിക്കുന്നത്. ബാക്കിയെല്ലാം ഔഷധപരമായിട്ട് പോകത്തേ ഉള്ളൂ. നമ്മൾ ഈ ചെയ്യുന്ന 10 ഐറ്റവും മിക്കതും ഔഷധത്തിൻ്റെതാ. ഇതിനൊക്കെ എന്ത് വിലയിൽ വ്യത്യാസമുണ്ട്? വില വ്യത്യാസമുണ്ട്. ഏതാണ്ട് 5,000 രൂപ വരെ വില ഉള്ള നെല്ലുണ്ട്. കിലോയ്ക്ക് 5,000 രൂപ? കിലോയ്ക്ക് 5,000 രൂപ. അതിന്റെ അരിക്കും അതേപോലെ വില ആയിരിക്കും. വില അതിന്റെ ഇരട്ടിയാവും. ഇപ്പൊ ഈ വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ ഉടനെ വേവുന്ന ചോറാവുന്ന അരിയുണ്ട്. അതേതായാലും അത് പേരെനിക്ക് അറിഞ്ഞൂടാ. അത് വയനാട്ടിലുണ്ട്. ഇവിടെ ഒന്നും ഇല്ല. ഇവിടെ ഇല്ല. രാവിലെ കതിര് വരും, വൈകുന്നേരം കൊയ്യണം. അല്ലെങ്കിൽ പൊഴിഞ്ഞു പോകും. അങ്ങനെ നെല്ലുണ്ട്, വയനാട്ടിലുണ്ട്. അതല്ല